ഇത് ശ്രീപുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആദ്യന്ത സ്വരൂപനായ ശ്രീപുരുഷ ഭാവത്തിലാണ് ഭഗവാൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. എറണാകുളം ജില്ലയിലെ പിറവം നഗരസഭയിൽ കക്കാട് എന്ന സ്വച്ഛസുന്ദരമായ ഗ്രാമത്തിൽ ദേശപ്പെരുമാളായി വാണരുളുന്ന ശ്രീപുരുഷമംഗലത്തപ്പന്റെ ക്ഷേത്രവിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചിരപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നിർണയിക്കുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെന്ന് കെട്ടിലും മട്ടിലും വിളിച്ചോതുന്ന ഈ ക്ഷേത്രം ഇന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ശ്രീകൃഷ്ണ ഭക്തരുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തിന് പേര് കേട്ടതാണ് ഈ പുണ്യക്ഷേത്രം. എല്ലാ വർഷവും ധനു 1 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രശസ്തമായ വിശ്വരൂപ മഹോത്സവം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ അർജുനന് നൽകിയ വിശ്വരൂപ ദർശന ഭാവത്തിലാണ് ഈ ദിവസങ്ങളിൽ ഭഗവാൻ ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നത് എന്നാണ് വിശ്വാസം. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭഗവത് ചൈതന്യം ദർശിക്കുന്നതിനായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വരൻ നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ ക്ഷേത്രം തന്ത്രി. പുളിക്കാമറ്റത്ത് മനയിലെ നമ്പൂതിരിമാരാണ് ക്ഷേത്രോൽപത്തി മുതൽ ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളും നിത്യപൂജകളും നടത്തി വന്നിരുന്നത് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ കാലക്രമത്തിൽ ഈ ക്ഷേത്രം ക്ഷയോന്മുഖമാവുകയും പിന്നീട് നാട്ടുകാരുടെ സഹകരണത്തോടെ പുനരുദ്ധാരണം നടത്തുകയുമാണ് ഉണ്ടായത്. ഗ്രാമത്തിന്റെ സ്വച്ഛ ശീതളിമയിൽ വിശാലമായ വയൽക്കരയിൽ ബൃഹത്തായ നാലമ്പലത്തിനുള്ളിൽ ചതുരവടിവിലുള്ള ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ക്ഷേത്ര നിർമ്മാണത്തിന്റെ രീതികൾ ഗതകാല പ്രൗഢിയുടെ സ്മരണകൾ നിറയ്ക്കുന്നതാണെങ്കിലും ശ്രീകോവിലിന് ചുറ്റുമുണ്ടായിരുന്ന ചുവർ ചിത്രങ്ങൾ ഇങ്ങനെ തിരിച്ചു കിട്ടാതെ വണ്ണം നഷ്ടമായി കഴിഞ്ഞു. ശ്രീകോവിലിന്റെ വടക്ക് കിഴക്കായുള്ള ശിലാപാളികളിൽ പഴയ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ശിലാശാസനങ്ങൾ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാകുമെന്ന് കരുതപ്പെടുന്നു.
നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ പുരുഷമംഗലത്തപ്പ ശരണം. ശ്രീ കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പൂജകളിൽ ഒന്നായ വിശ്വരൂപ പൂജ ധനു 1-ാം തീയതി ആരംഭിച്ച് 18 ദിവസം കൊണ്ട് സമാപിക്കുന്ന ഈ പൂജ വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ്. അത് കുടുംബ ഐശ്വര്യത്തിനും സകല പ്രതിബന്ധങ്ങൾ മാറുന്നതിനും വളരെ ഉത്തമമായ ഒരു വഴിപാടാണ്. ധതൈന്യം ഈ 18 ദിവസങ്ങളിൽ മാത്രം നടത്തുന്ന ഒരു നിവേദ്യമാണിത്. രോഗശാന്തിക്കും അത്യുത്തമമായ ഒരു വഴിപാടാണിത്. അതുപോലെ തന്നെ താമരമുട്ടിൽ നെയ് നിറച്ചുള്ള ഹവനം ഈ 18 ദിവസങ്ങളിൽ മാത്രം പ്രത്യേകതയായി നടത്തപ്പെടുന്നതാണിത്. സോപാനത്തോട് ചേർന്ന് 2 ദ്വാരപാലകന്മാരുടെ മനോഹരമായ ശില്പങ്ങൾ നമുക്ക് കാണാം. ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ ഉപദേവനായി സാക്ഷാൽ വിഘ്നേശ്വരനും, നാലമ്പലത്തിനുള്ളിൽ തന്നെ തെക്ക് കിഴക്കേ മൂലയിൽ തേവാരപ്പുരയുമുണ്ട്. ചുറ്റമ്പലത്തിന് വെളിയിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ധർമ്മശാസ്താവും നാഗങ്ങളും ഉപദേവതമാരായുണ്ട്. കൂടാതെ തെക്ക് കിഴക്ക് ഭാഗത്തായി രക്ഷസിന്റെ പ്രതിഷ്ഠയും കാണാം. ക്ഷേത്രോൽപത്തിയെ പറ്റിയുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. പഴയകാലത്ത് പുല്ലാന്തറയാറ് എന്നുകൂടി അറിയപ്പെട്ടിരുന്ന മൂവാറ്റുപുഴയാറിന്റെ സമീപത്തുള്ള നിബിഡ വനപ്രദേശമായിരുന്നു ഈ സ്ഥലം. കാട്ടിൽ പുല്ലരിയാനെത്തിയ യുവതിയുടെ അരിവാൾ ഒരു കല്ലിൽ തട്ടിയെന്നും ആ കല്ലിൽ നിന്നും രക്തം പൊടിയുന്നത് കണ്ട് പരിഭ്രാന്തിയായ യുവതിക്ക് മുന്നിൽ വിരാട് സ്വരൂപനായ ആദിനാരായണമൂർത്തി പ്രത്യക്ഷനായി എന്നും തുടർന്ന് ഈ യുവതി പുളിക്കാമറ്റത്ത് മനയിലെ തിരുമേനിയെ വിവരമറിയിക്കുകയും സ്ഥലത്തെത്തിയ തിരുമേനിക്കും ഭഗവാന്റെ ദിവ്യദർശനം ലഭിച്ചു എന്നുമാണ് പ്രദേശവാസികളുടെ ഇടയിലുള്ള വിശ്വാസം. ആ യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന അരിവാൾ കൊണ്ട് മുറിവ് പറ്റിയ ആ വിഗ്രഹം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നും കരുതപ്പെടുന്നു. നമോ ഭഗവതേ വാസുദേവായ. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പെട്ടതാണ് വിശ്വരൂപ ദർശനവും അതിനോടനുബന്ധിച്ച് 18 ദിവസത്തെ പൂജകളും. വിശ്വരൂപ ദർശന പൂജ 18 ദിവസമാണ്. ധനു 1 മുതൽ 18 വരെയാണ് ഇവിടെ വിശ്വരൂപം ആഘോഷിക്കുന്നത്. വിശ്വരൂപ പൂജയുടെ ഭാഗമായിട്ടുള്ള പൂജകൾ അത് 18 ദിവസവും അത് പ്രധാനപ്പെട്ട പൂജകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ അമ്പലത്തിലെ മേടൻ രോഹിണി മഹോത്സവം, അങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 18 ദിവസത്തെ വിശ്വരൂപ പൂജയാണ് ഇനി അടുത്ത് വരാനുള്ള. ധനു 1 മുതൽ 18 വരെയുള്ള വിശ്വരൂപ പൂജ ഡിസംബർ 16 തുടങ്ങി ജനുവരി 2 അവസാനിക്കും. വിശ്വരൂപ പൂജയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു.
കാലപ്പഴക്കത്തിന്റെ ജീർണത ബാധിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടനവധി മുറികളും നിലവറകളുമുള്ള പ്രൗഢമായ മാളിക ഈ ക്ഷേത്രത്തിന്റെ ഗരിമ വർദ്ധിപ്പിക്കുന്നു. സദാസമയവും ഇളംകാറ്റിൽ മർമ്മരമുതിർക്കുന്ന ശുദ്ധവായു പ്രദാനം ചെയ്യുന്ന കൂറ്റൻ ആൽമരവും വിശാലമായ ക്ഷേത്രക്കുളവും ഇവിടെ വന്നെത്തുന്ന ഭക്തരുടെ ഉള്ളിൽ ആനന്ദം പകരുന്ന അനുഭവങ്ങളാണ്. വിശ്വരൂപ പൂജ, ലക്ഷ്മി നാരായണ പൂജ, ആദികൂർമ്മ പൂജ, വിദ്യാഗോപാലാർച്ചന തുടങ്ങിയ വിവിധ പൂജകൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. വിശ്വരൂപ ദർശന മഹോത്സവ നാളുകളായ ധനു 1 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ മാത്രമുള്ള പ്രത്യേക നിവേദ്യമാണ് ദധ്യന്നം. പാൽപായസം, വെണ്ണ നിവേദ്യം, കദളിപ്പഴം, പഞ്ചസാര, തുലാഭാരം എന്നിവയും ഭഗവാന് ഏറ്റവും പ്രിയമുള്ള വഴിപാടുകളാണ്. വിശ്വരൂപ ദർശനം നടക്കുന്നു കഴിഞ്ഞാൽ ഭഗവാൻ അർജുനന് കാട്ടിക്കൊടുത്ത അതേ വിശ്വരൂപ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അത് മറ്റ് ഒരു സ്ഥലങ്ങളിലും ഈ ഒരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഉള്ളതായിട്ട് നമ്മളുടെ അറിവിലില്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ചന്ദനം ചാർത്തല്ല, വിശ്വരൂപ ഗോളക ചാർത്തിയിട്ടുള്ളതാണ് ഇവിടെ നടക്കുന്നത്. 18 ദിവസത്തേക്ക് ഭഗവാന് ചാർത്തുവാനുള്ള ഗോളക ശ്രീലകത്തേക്ക് ഡിസംബർ 15 വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളിക്കും. അഷ്ടമി രോഹിണി, തിരുവോണം, വിശ്വരൂപ ദർശനം, മേടം രോഹിണി മഹോത്സവം, വിഷു എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ. മേടമാസത്തിലെ രോഹിണി നാളിൽ ആറാട്ടോടുകൂടി 6 ദിവസം നീളുന്ന കൊടിയേറ്റുത്സവം പ്രധാന വിശേഷമാണ്. പാഴൂർ പെരുംതൃക്കോവിൽ മണൽപ്പുറത്തുള്ള കടവിലാണ് ആറാട്ട്. തൃപ്പാഴൂരപ്പനെ വലം വെച്ച് പുറപ്പെടുന്ന ആറാട്ട് ഘോഷയാത്ര കാവടിയുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടാകും.
ഓം നമോ ഭഗവതേ വാസുദേവ. ആണ്ടുവിശേഷം എന്ന് പറഞ്ഞാൽ ആദ്യമേ തുടങ്ങുന്നത് അഷ്ടമിരോഹിണിയാണ്. അഷ്ടമിരോഹിണി ദിവസം രാത്രി അവതാര പൂജയോടുകൂടി രോഹിണിയൂട്ട് നടത്തുന്നു. രാത്രി 12 മണിയോടുകൂടി രോഹിണിയൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അത് എല്ലാ വർഷവും നമ്മൾ ആചരിച്ചു പോരുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ചടങ്ങ് വരുന്നത് ഓണമാണ്. ഓണ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് പ്രത്യേക പൂജകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നത് വിശ്വരൂപ ദർശനമാണ്. അടുത്ത വിശേഷം എന്ന് പറയുന്നത് കൊടിയേറ്റ് മഹോത്സവമാണ്. വിശ്വരൂപ ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പ്രധാനമാണ് കൊടിയേറ്റ് മഹോത്സവം. ശുദ്ധിയോടുകൂടി 6 ദിവസം കൊടിയേറി ഉത്സവം നടക്കുന്നു. മേടൻ രോഹിണി നാളിൽ ആറാട്ടോടുകൂടി പാഴൂര് പെരുന്തൃക്കോൽ ക്ഷേത്രത്തിൻ്റെ മണപ്പുറത്ത് ആറാടി പാഴൂര് മഹാദേവനെ വലം വെച്ച് ക്ഷേത്രത്തിലേക്ക് പോരുന്നു. പിറവം ടൗണിൽ നിന്ന് 3 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. സമീപത്തുള്ള പ്രധാന നഗരങ്ങളായ വൈറ്റിലയിൽ നിന്നും 30 കിലോമീറ്ററും മൂവാറ്റുപുഴയിൽ നിന്നും 20 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ പിറവം റോഡ് സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്റർ ദൂരമുണ്ട്. കുരുക്ഷേത്ര ഭൂമിയിൽ പാർത്ഥന്റെ കർമ്മമൗഢ്യങ്ങളെല്ലാം അകറ്റി അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും മോചിപ്പിച്ച് സർവശ്രേഷ്ഠമായ ജ്ഞാനജ്യോതിസ് പകർന്നു നൽകിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ അണ്ടകടാഹത്തിലെ പുണ്യപുരുഷോത്തമനായ ആദിനാരായണമൂർത്തി ശ്രീപുരുഷഭാവത്തിൽ വാണരുളുന്ന ഈ പുണ്യക്ഷേത്രം ഭക്തർക്കെന്നും ആശ്രയമാണ്, അഭയസ്ഥാനമാണ്. ശ്രീ പുരുഷമംഗലത്തപ്പൻ ശരണം.